അശ്രദ്ധമായി മോതിരം ധരിച്ച് പണി വാങ്ങുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വിരലിൽ കുടുങ്ങിയ മോതിരം ഊരാൻ വേണ്ടി മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കണ്ണൂർ തളിപ്പറമ്പ് അഗ്നിശമന സേനയുടെ സഹായം തേടിയത് നിരവധി പേരാണ്. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കുക, അളവിനൊത്ത മോതിരം മാത്രം വിരലിൽ ഇടുക. മോതിരം വിരലിൽ കുടുങ്ങി അഗ്നിശമന സേനയുടെ സഹായം തേടുന്നത് തളിപ്പറമ്പിൽ തുടർ സംഭവമായിരിക്കുകയാണ്. കൂടുതലും ഫാൻസി മോതിരങ്ങളാണ് വിരലിൽ കുടുങ്ങുന്നത്. വിരലിൽ മോതിരം ഇറുകി നീരുവെച്ച നിലയിലാണ് പലരും സഹായം തേടിയെത്തുന്നത്. സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് നിർമ്മിച്ച മോതിരങ്ങളും അഴിക്കാൻ പറ്റാത്ത നിലയിൽ എത്താറുണ്ട്. 50ഓളം പേരാണ് ഇതിനകം തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിൽ മാത്രം എത്തിച്ചേർന്നത്. പ്രശ്നം ഒഴിവാക്കാൻ ഇറുകിയ ഫാൻസി മോതിരങ്ങൾ ധരിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് അധികൃതർ പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കുട്ടികൾ ഇങ്ങനെയുള്ള മോതിരങ്ങൾ, സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ്. അതുപോലെ സ്റ്റീൽ മോതിരങ്ങൾ തന്നെ ശരിക്കും മുറുകുന്ന സമയത്താണെങ്കിൽ അത് വലിച്ച് മാറ്റാതെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വരിക. സ്റ്റേഷനിൽ വന്നാൽ ഞങ്ങൾക്കത് കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ട്. അതുകൂടാതെ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ടും നമുക്കിത് മാറ്റാൻ പറ്റും. വണ്ണം വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഈ മോതിരം മുറിച്ച് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളുണ്ട്. കുട്ടികളോട് നമുക്ക് ഇന്ന് കൂടുതൽ പറയാനുള്ളത് ഇത് തന്നെയാണ്, ഇങ്ങനെയുള്ള മോതിരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മോതിരം വിരലുകളിൽ മുറുകുന്ന സമയത്ത് വലിച്ചൂരാൻ ശ്രമിക്കാതെ ഉടൻ ഫയർ സ്റ്റേഷനിലെത്തണം. നീരു വന്നില്ലെങ്കിൽ നൂലുവച്ചും അല്ലാതെ ഷിയേഴ്സ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും മോതിരം സുരക്ഷിതമായി മുറിച്ചെടുക്കാനാകും. കഴിഞ്ഞ ദിവസം 98 വയസ്സുള്ളയാളിൽ നിന്ന് 3 മോതിരങ്ങളാണ് ഒന്നിച്ചു മുറിച്ചു മാറ്റേണ്ടി വന്നത്. ജനം, കണ്ണൂർ.